உடன்படிக்கையின் தேவன் உண்மையில் பிசகாதவர். உடன்படிக்கையின் தேவன் உண்மையில் பிசகாதவர். தாவீதுக்கு நான் பொய் சொல்லே என்று சொல்லி சொன்னதை நிறைவேற்றுவே. தாவீதுக்கு நான் பொய் சொல்லேன் என்று சொல்லி சொன்னதை நிறைவேற்றுவே. மறவாமல் நினைப்பவரே ஏசையா நிறைவேற்றி முடிப்பவரே. மறவாமல் நினைப்பவரே ஏசையா நிறைவேற்றி முடிப்பவரே. நீ நம்ப பண்ணின உந்தன் வாக்குகளை நினைத்து நிறைவேற்றுவே. நீர் நம்ப பண்ணின உந்தன் வாக்குகளை நினைத்து நிறைவேற்றுவே. மறவாமல் நினைப்பவரே ஏசையா நிறைவேற்றி முடிப்பவரே. மறவாமல் நினைப்பவரே ஏசையா நிறைவேற்றி முடிப்பவரே. நீ நம்ப பண்ணின உந்தன் வாக்குகளை நினைத்து நிறைவேற்றுவே. நீ நம்ப பண்ணின உந்தன் வாக்குகளை நினைத்து நிறைவேற்றுவே. ഹലോ, എന്തുണ്ട് വിശേഷം? സന്തോഷമായിരിക്കുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. സന്ദേശങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആരോഗ്യത്തോടെ ബലത്തോടെ ഒരു പുതിയ ദിവസം ദൈവം നമുക്ക് നൽകി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. ദൈവത്തിൻ്റെ കരം നിങ്ങളോട് കൂടെയുണ്ട്. ആമേൻ. ഇല്ലേ? നിങ്ങളുടെ എല്ലാ വഴികളിലും കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരു കാരണവശാലും പേടിക്കേണ്ട. കർത്താവ് കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ ഇന്ന് രാവിലത്തെ ജീവിതം നിങ്ങൾ ആരംഭിക്കണം. നിങ്ങൾക്കെല്ലാം നന്മയായി വരട്ടെ. നിങ്ങളുടെ യാത്രകൾ സഫലമായി തീരട്ടെ. ഇതൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എഴുന്നേറ്റോ അതോ കേട്ടോ കിടന്നുകൊണ്ട് കേൾക്കുകയാണോ? ഒന്ന് എഴുന്നേറ്റ് ആ ചായ എടുത്ത് കുടിച്ചേ. തണുത്ത് മരച്ച് കാണും ഇപ്പം. എന്തായാലും എടുത്ത് കുടിക്കണേ. സ്തോത്രം. ഈ എന്നെ പറ്റി ആൾക്കാർ പറയുന്നത്, എൻ്റെ കുടുംബക്കാരല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർ പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പനെ എങ്ങനെ വാർത്തു വച്ചിരിക്കുന്നു അതുപോലെ ഇരിക്കുന്നു. സ്തോത്രം. ഞാൻ എൻ്റെ പിതാവിനെ കണ്ടതായിട്ട് അങ്ങനെ ഓർമ്മയില്ല. കാരണം എൻ്റെ കുഞ്ഞു പ്രായത്തിൽ തന്നെ അപ്പം മരിച്ചുപോയി. ഓക്കെ. അപ്പം എനിക്ക് കണ്ടതായിട്ട് ഓർമ്മയില്ല. നാട്ടുകാർ പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്. എടാ, നീ നിൻ്റെ അപ്പം തനി വാർത്ത് വെച്ചേക്കുവാന്ന്. സ്തോത്രം. ഉണ്ടോ? ഫാദേഴ്സ് ടച്ച് എന്നതിന് പറയുന്നത്. അതിന് പൊതുവെ പറയുന്നത് ഫാദേഴ്സ് ടച്ച്. ചിലപ്പോൾ ചിരിക്കുന്നതോ, ചിലപ്പം സംസാരിക്കുന്നത്, ഇല്ലെങ്കിൽ എല്ലാം എന്തെങ്കിലും ഒരു സാമ്യം ഇല്ലേ? നിങ്ങൾ പറയത്തില്ലേ നിങ്ങളുടെ അതെ, എൻ്റെ ഇളയവനാണെങ്കിൽ അപ്പനെപ്പം തന്നെ ഇരിക്കുന്നത്, മൂത്തവനാണെങ്കിൽ എൻ്റെ ഷേപ്പുക എന്നൊക്കെ നിങ്ങൾ പറയാറില്ലേ? അതിന് പറയുന്ന പേരാണ് മാതാപിതാക്കളുടെ അതെ ഒരു ശരിയായ രീതിയിലുള്ള കറക്റ്റായിട്ടുള്ള സാമ്യം എന്ന് വേണേൽ പറയാം. അത് പുത്രനും പിതാവുമായിട്ടാണ് അല്ലേ? പുത്രനും പിതാവുമായിട്ട്. അതുപോലെ തന്നെ പാത്രവും കുശവനുമായിട്ടൊരു ബന്ധമുണ്ട് അല്ലേ? കുശവൻ എന്ന് പറയുമ്പോൾ പാത്രമാണ്. ഈ ചക്രത്തിൻ്റെ മണ്ടയിലോട്ട് ഈ മണ്ണ് വാരിയിട്ടെന്ന് പറഞ്ഞാൽ ചെളി കുഴച്ച മണ്ണ് എടുത്തങ്ങ് ഇട്ടിട്ട് ഈ ചക്രം പണ്ടൊക്കെ കറക്കുമായിരുന്നു. ഇപ്പം മോട്ടറാണ്. അപ്പം കറക്കുന്നതിനനുസരിച്ച് ഈ കുശവൻ തൻ്റെ രണ്ട് കൈ കൊണ്ട് അതിനെ ഇങ്ങനെ ഒരു ആദ്യം നല്ല അമർത്തി പിന്നെ രൂപം വരുത്തുമ്പോൾ ആ രൂപം മനോഹരമാകുമ്പോൾ ഈ അമർത്തുന്ന ആ ഒരു വെയിറ്റ് ഉണ്ടല്ലോ, ആ വെയിറ്റ് കുറച്ച് ലൈറ്റായിട്ട് പിടിക്കുക. സ്തോത്രം. അങ്ങനെ അത് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇദ്ദേഹത്തിൻ്റെ കൈ ചെല്ലുക, ഈ കുശവൻ്റെ കൈ ചെല്ലുക.
എവിടെയെങ്കിലും ചെറിയൊരു കരടിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത് ഇങ്ങനെ മിനുസമല്ലേ, അപ്പോൾ കയ്യിൽ ഇങ്ങനെ അറിയാം. അദ്ദേഹം അതെന്താ അവിടെ നിന്ന് അത് ഞുള്ളി ഇങ്ങനെ എടുത്തിട്ട് കളഞ്ഞിട്ട് വീണ്ടും അതിനെ റെഡിയാക്കും. എന്ന് പറഞ്ഞാൽ ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും കുശവൻ്റെ കൈയെത്തിയിട്ടുണ്ട്. കുശവൻ്റെ കൈയെത്താത്ത പാത്രത്തിൻ്റെ ഒരു മേഖലയില്ല. സ്തോത്രം. നമ്മൾ ചിലപ്പം കുശവൻ ഒരു ചെറിയ ഈർക്കിളി പോലത്തെ സാധനം എടുത്തിട്ട് ആ പാത്രത്തിൻ്റെ മേലോട്ട് വെക്കുമ്പോഴത്തേക്ക് നമ്മൾ നോക്കി എൻ്റെ ദൈവമേ ഈ നല്ല പാത്രമായിരുന്നു, അത് നശിപ്പിക്കുകയാണോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷേ ആ പുള്ളിക്കാരൻ ആ ഒരു ബ്ലേഡോ അല്ലെങ്കിൽ ഒരു ചെറിയ സാധനം എടുത്തിട്ട് ചെറിയൊരു ഒരു കമ്പിൻ്റെ പീസോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഉപയോഗിക്കുന്ന ഒരു ഉപകരണം എടുത്തിട്ട് ഞാൻ സൈഡിൽ പിടിക്കുമ്പോഴത്തേക്ക് നല്ലൊരു ഡിസൈൻ വരിക. നല്ലൊരു ഡിസൈൻ. എത്ര മനോഹരം അല്ലേ! എല്ലായിടത്തും കുശവൻ്റെ കൈ ചെല്ലുക. ആ പാത്രം ഏറ്റവും ഭംഗിയുള്ളതാക്കാൻ, ഏറ്റവും മനോഹരമാക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അത് മുഴുവൻ. എന്ന് പറഞ്ഞാൽ കുശവന്റെ കൈ എല്ലായിടത്തും എത്തി. എൻ്റെ പ്രിയരെ, ഞാനിത് രാവിലെ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ബോധ്യപ്പെടണം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ സമസ്ത മേഖലകളിലും ഈ കുശവന്റെ കൈ എത്തുന്നുണ്ടോ? സ്തോത്രം. എല്ലാ ഭാഗവും കുശവൻ തൊടാത്തൊരു ഭാഗം ഈ കലത്തിനില്ല, ഈ പാത്രത്തിനില്ല. അതുകൊണ്ട് എല്ലായിടത്തും കുശവന്റെ കൈയുണ്ട്. സ്തോത്രം. എല്ലായിടത്തും അല്ലേ? എവിടെയും കുശവന്റെ വിരൽ. അതുകൊണ്ട് വലിയ ഈ വെയിറ്റ് ഒന്നും കുശവൻ തരികയല്ല കേട്ടോ. ചെറിയ നിങ്ങളെ ഒരു നല്ല പാത്രമാക്കാൻ ചെറിയ പ്രസ്സിങ് മാത്രമുള്ളൂ. ശക്തമായിട്ട് ഇടിക്കുകയോ പിടിക്കുകയൊന്നുമില്ല. കാരണം കുശവന്റെ മൈൻഡിനകത്ത് ഒരു പാത്രമുണ്ട്. ആ പാത്രം കയ്യിലൂടെ നല്ലപോലെ, തമിഴിൽ പറയും, വണയിന്തെടുക്കുക, നന്നായിട്ട് രൂപപ്പെടുത്തി പരുവപ്പെടുത്തി മാറ്റുക. അത് കുശവന്റെ ഉത്തരവാദിത്തപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഓൺ റിസ്ക് ആണത്. ഓൺ റിസ്ക്. നമ്മളതോർത്ത് ഭാരപ്പെട്ടൊരു കാര്യമില്ല. കുശവൻ തൻ്റെ ഇഷ്ടത്തിന് പണിയുക. നീ ഞങ്ങൾക്ക് പിതാവ്. കുറച്ചുകൂടെ ആഴത്തിൽ വചനം പറയുകയാണ്, നീ ഞങ്ങൾക്ക് പിതാവ്. ഇനി നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി, ഞങ്ങൾ കളിമണ്ണ്, അങ്ങ് കുശവൻ. നീ ഞങ്ങളെ മെനഞ്ഞിരിക്കുന്നു ഏറ്റവും ഭംഗിയായ രീതിയിൽ. സ്തോത്രം. അതുകൊണ്ട് ഒരു പാത്രത്തെയും മോശമായിട്ട് കാണരുത് കേട്ടോ. ഒരു പാത്രത്തെയും മോശമായിട്ട് കാണരുത്. കാരണം ഇതിനൊരു സൃഷ്ടാവ് ഉണ്ടെന്നുള്ളത്. നിങ്ങൾ ഏത് പാത്രവുമായിട്ട് സംസാരിക്കുന്നോ, കാരണം ഈ ചക്രത്തേന്ന് വന്നതാ ഇതെല്ലാം. അതാ ഞാൻ പറയാൻ വന്നത്. ഈ ചക്രത്തേന്ന് വന്നതാ. സ്തോത്രം. ഏതെല്ലാം പാത്രങ്ങൾ, മൺപാത്രങ്ങൾ നിങ്ങൾ കാണുന്നോ അത് മുഴുവനും ഈ ചക്രത്തിൽ നിന്ന് വന്നതാ. സ്തോത്രം. ഇനി അത് മാത്രമല്ല, ഈ കരങ്ങളിലൂടെ വന്നതാണ്. സ്തോത്രം. ചാവട്ടി കുഴച്ചാണ് ഈ പാത്രം ഉണ്ടാക്കുന്നത് അല്ലേ? ചാവട്ടി കുഴച്ച് പരുവത്തിലാക്കി ഈ വീലിലേക്ക് കയറ്റി വെച്ച് നല്ല രൂപമുള്ള, മനോഹരമുള്ള ആ പണി അങ്ങ് തീർന്നു കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹം അത് എടുത്ത് അങ്ങോട്ട് മാറ്റി അങ്ങോട്ട് തട്ടിലോട്ട് മാറ്റി വെക്കും. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഏതെങ്കിലും പാത്രങ്ങൾ ചീത്തയായി പോയിട്ടുണ്ടെങ്കിൽ ഭാരപ്പെടണ്ട. കുശവൻ അതിനെ മറ്റൊരു നമ്മെ പാത്രമാക്കി രൂപപ്പെടുത്തിയെടുക്കും. നിങ്ങൾ ഞാനും ഭാരപ്പെടണ്ട. നമുക്കതാണല്ലോ ഭാരം. സ്തോത്രം. ഞാൻ ചീത്തയായി പോയോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. അയലോക്കംകാരൻ ചീത്തയായെന്ന് നോക്കാൻ ഭയങ്കര സ്പീഡാണ്. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. കുശവനാണ് അതിൻ്റെ മൊത്തം വർക്കെടുത്തിരിക്കുന്നത്. സ്തോത്രം. അവൻ അതിനെ മറ്റൊരു പാത്രമാക്കി, പുതിയൊരു പാത്രമാക്കി, ഒരു വാക്കുകൂടെ കടത്തി പറഞ്ഞാൽ, നിങ്ങളെക്കാളും മാന്യമുള്ളൊരു പാത്രമാക്കി അതിനെ മാറ്റാൻ കുശവന് കഴിയും. സ്തോത്രം. ഇന്ന് രാവിലെ ഏതെങ്കിലും പാത്രം എവിടെയെങ്കിലും ചീത്തയായിരിപ്പുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ആ പാത്രം അല്പം പ്രയാസമുള്ളതായിട്ടുണ്ട്.
കുശവനോട് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. കുശവൻ അതിന് ഇപ്പം കുശവൻ തന്നെ കുശവൻ്റെ കയ്യിലാണ് ചീത്തയായി പോയത്. സ്തോത്രം. അവനതിനെ മറ്റൊരു പാത്രമാക്കി മാറ്റും. ഹല്ലേലൂയ. അങ്ങനെ ഒരു പാത്രമായിട്ട് പുറത്ത് വരുമ്പോഴത്തേക്കുണ്ടല്ലോ, ആ പാത്രം കാണുമ്പോഴത്തേക്ക് അറിയാം ഇത് ഇന്നത്തെ പാത്ര ഇല്ലേ. ഈ മംഗലാപുരം ഓടുന്ന് കേട്ടിട്ടുണ്ട്. ഓട് ഏതോ ഓട പുരമേയുന്ന ഓട്. മംഗളൂർ ടൈൽസ് എന്ന് പറയും. കണ്ടാലേ അറിയാം സാധനം. അത്രയ്ക്ക് ഫേമസ് ആണ് മംഗളൂർ ടൈൽസ്. സ്തോത്രം. എന്ന് പറഞ്ഞ പോലെ ചില പാത്രങ്ങൾ കണ്ടാലേ അറിയാം ഇത് കുശവൻ തയ്യാറാക്കിയ പാത്രമാണ്. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കുക, ഈ കുശവനെ നിങ്ങളുടെ വീട്ടിലേക്ക് വിടുക. ഏതെങ്കിലും പാത്രം ചീത്തയായിട്ട് പോയിട്ടുണ്ടോ എങ്കിൽ നമുക്ക് ഒരുമിച്ച് കുശവനോട് പറയാം. കണ്ണുകളച്ചാലോ പ്രാർത്ഥിച്ചാലോ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രൻ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരുമിച്ച് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് എടുത്തു. ഈ പ്രഭാതത്തിൽ കർത്താവേ, പാത്രം നല്ലതായിരുന്നു, പക്ഷേ കർത്താവേ അത് ചീത്തയായിപ്പോയി. പക്ഷെ അങ്ങ് അതിനെ മെനഞ്ഞ് പുതിയൊരു നല്ല മാന്യവും യോഗ്യവുമായുള്ള പാത്രമാക്കി തീർക്കാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ. അതങ്ങ് ചെയ്യുന്നോർത്ത് സ്തോത്രം. ഈ ഭവനത്തിൽ, ഈ വീട്ടിനകത്ത്, ഈ ദേശത്ത്, ഈ സഭയ്ക്കകത്ത് ചില പാത്രങ്ങൾ കേട് സംഭവിച്ചിരിക്കുന്നു. അങ്ങ് അതിനെ കേടിനെ പരിഹരിച്ച് ഏറ്റവും മാന്യമുള്ള പാത്രമാക്കി ഈ രാവിലെ ആ പാത്രങ്ങളെ മാറ്റണമേ. ദൈവം കൃപ ചെയ്യണം. ഞാൻ രാവിലെ സമയം വരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമായി തീരട്ടെ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. പ്രിയരെ, ദൈവം മറക്കരുത്, കുശവൻ ഒരു പാത്രത്തെ നന്നാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വേറെ ലെവലാണ്. സ്തോത്രം. ആമേൻ. ഒരുപാട് പേര് മാനിക്കുന്ന ഒരു പാത്രമായിട്ടത് കുശവൻ്റെ കയ്യിലുണ്ടാവും. കുശവൻ്റെ കൺട്രോളിൽ തന്നെയാണ് കേട്ടോ. സ്തോത്രം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ നല്ലൊരു പാത്രമായിരുന്നു അല്ലേ? ഇപ്പോൾ അധികം ഉപയോഗം വരുന്നില്ല എന്നല്ലേ ഉള്ളൂ. തീർച്ചയായിട്ടും ഉപയോഗമുള്ള ഒരു പാത്രമാക്കി ഇന്ന് രാവിലെ ദൈവം നിങ്ങളെ മാറ്റട്ടെ. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ.